ഹലോ, പ്രോ ലൈഫ് പ്രവർത്തകരെ, നമ്മൾ വിഡ്ഢികളാകാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇത് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു പങ്കുവെക്കലായിരിക്കാം. തൃശ്ശൂർ രൂപതയിൽ പ്രസിദ്ധമായിട്ടുള്ള 2 മെഡിക്കൽ കോളേജുകൾ കത്തോലിക്ക സഭയ്ക്കുണ്ട്. അതിലൊരു മെഡിക്കൽ കോളേജിൽ നടക്കുന്ന PG സീറ്റിന് വേണ്ടിയുള്ള ഗംഭീര കൊണ്ടുപിടിച്ച പരിശ്രമങ്ങളുടെ നടുവിൽ ഗൈനക്കോളജിയിൽ PG സീറ്റ് ലഭിക്കാൻ വേണ്ടി നടത്തുന്നത് സ്റ്റെറിലൈസേഷൻ ഒരു കാരണവശാലും അത്തരത്തിലുള്ള പ്രസവ കേസുകൾ എടുക്കാതെ മടക്കി അയക്കുന്ന ആ ആസ്പത്രിയിലെ ഗൈനക്കോളജിയിൽ PG സീറ്റ് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റെറിലൈസേഷൻ നടത്താൻ ഏറ്റെടുത്ത് കഴിഞ്ഞ അനുഭവമാണ്. ഇത് പങ്കുവയ്ക്കപ്പെടുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്, അവിടെ പഠിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഇത് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഇത് അവിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സഭയുടെ ഇത്തരത്തിൽ പരസ്യമായിട്ട് ലംഘിക്കുകയും അതേസമയം പ്രോ ലൈഫ് പ്രവർത്തകരുടെ ആവേശം കെടുത്തുന്ന ഇത്തരം ന്യൂസുകൾ കേൾക്കുമ്പോൾ നമ്മൾ തളരുന്നില്ല എങ്കിലും ആദ്യം നമ്മുടെ സമരപ്പന്തൽ ഉയരേണ്ടത് ഇത്തരം സ്ഥാപനങ്ങളുടെ മുമ്പിലാണ്. സാധാരണ ആത്മാവിലെ മനുഷ്യർ ഇന്ന് കുടുംബങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് എണ്ണത്തെക്കുറിച്ച് അംഗീകരിക്കാൻ വേണ്ടി ഒരു ജീസൂത്തോ ധ്യാനമോ ഒന്നും കൂടാത്ത മനുഷ്യർ പോലും ഈ നമ്മളുടെ പ്രവർത്തനം പ്രോ ലൈഫ് പ്രവർത്തനങ്ങളുടെ സ്വാധീനമാണ്. തീർച്ചയായിട്ടും അവിടെ ചിന്താഗതികളെ മാറ്റുന്ന ഈ സമയത്ത് ഗൈനക്കോളജിയിൽ സീറ്റ് ലഭിക്കാൻ വേണ്ടി സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെ മാറ്റി നിർത്തുന്ന മെഡിക്കൽ കോളേജുകൾ അരങ്ങേറുന്നു. സന്യാസ സഭകളും മറ്റ് സഭാധികാരികളും മൗനം അവലംബിക്കുന്നു, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം എന്ന ഫിലോസഫി. സുവിശേഷം എവിടെ ലഭിക്കുന്നു, എവിടെ കിടക്കുന്നു എന്നുള്ളത് നമ്മളിന്ന് ചിന്തിക്കേണ്ട അവസരമാണ്. പ്രോ ലൈഫ് പ്രവർത്തകരോടും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ജീവനും പക്ഷാവാദികൾക്ക് ഇതൊരു പ്രകോപനമായിട്ട് കാണാതെ ഇതിന് സത്യാവസ്ഥ മനസ്സിലാക്കുകയും ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യാൻ ഭയം കൂടാതെ മുന്നോട്ട് വരാൻ നമ്മൾ കത്തോലിക്ക യുവജനങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്ന സത്യത്തെ പങ്കുവയ്ക്കുകയാണ് നിസ്സഹായനായി ഞാൻ. സഭയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, കപട ഹൃദയത്തിൽ നിന്ന് നമ്മെ സഭയെ സംരക്ഷിക്കാനും നമുക്ക് ചുമതലയുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ട് ഇത് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. പ്രോ ലൈഫ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഷെയറിംഗ്, ഈ പങ്കുവയ്ക്കൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു.